ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ഡാൽവിഞ്ച് റിസോൾവ് ഉപയോഗിച്ച് എങ്ങനെ ഒരു ക്യാമറ ഫ്ലാഷ് എഫക്റ്റ് ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം ഞാനൊരു ക്ലിപ്പ് നമ്മുടെ ടൈം ലൈനിലേക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുന്നു. ഞാൻ ഈ ക്ലിപ്പിൻ്റെ സൗണ്ട് റിമൂവ് ചെയ്യുന്നു. ഇതൊരു വെർട്ടിക്കൽ ക്ലിപ്പ് ആയതുകൊണ്ട് ഞാനിതിനൊന്ന് റൊട്ടേറ്റ് ചെയ്ത് നമ്മുടെ റെസൊല്യൂഷനിലേക്ക് ഫിറ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഈ ക്ലിപ്പിനൊന്ന് ഷോർട്ടൻ ചെയ്യാം. ഇതൊരു ഭയങ്കര ലെങ്തി ആയിട്ടുള്ള ക്ലിപ്പാണ്, അതുകൊണ്ട് ഞാനൊന്ന് ഷോർട്ടൻ ചെയ്യുന്നുണ്ട്. നമ്മുടെ ക്ലിപ്പ് ഇവിടെ റെഡിയാണ്. ഇനി നമുക്ക് ഈ ക്ലിപ്പിലൊരു ഫ്ലാഷ് എഫക്റ്റ് ആഡ് ചെയ്യാം. അതിനായിട്ട് ആദ്യം നമ്മുടെ എഫക്റ്റ് ടാബിലേക്ക് വന്നിട്ടൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ക്ലിപ്പ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുക ക്ലിപ്പിൻ്റെ മേലെയായിട്ട്. ഇനി ഒരു 3 ഫ്രെയിംസ് വെച്ചതിന് ശേഷം അതിനെ ട്രിം ചെയ്യുക. നമ്മുടെ അഡ്ജസ്റ്റ്മെൻറ്റ് ക്ലിപ്പ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ക്ലിപ്പിനെ നമ്മളൊന്ന് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു സ്ലൈഡർ കാണാൻ സാധിക്കും. ഈ സ്ലൈഡർ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കറക്റ്റായിട്ട് ആ ഫ്ലാഷ് വരേണ്ട പോയിൻ്റ് ഏതാണോ ആ പോയിൻ്റ് വരുന്ന രീതിയിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക. അതായത് നിങ്ങൾക്ക് ഫ്ലാഷ് വരേണ്ടത് ഈ ഒരു പോയിൻറ്റിലാണെങ്കിൽ ഈ ഒരു പോയിൻറ്റിലേക്കും, ഫ്ലാഷ് വരേണ്ട ഒരു മിഡിൽ പോയിൻറ്റിലാണെങ്കിൽ മിഡിൽ പോയിൻറ്റിലേക്കും സ്ലൈഡ് ചെയ്തിട്ട് ഇങ്ങനൊരു ഷേപ്പ് ആക്കുക. ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ക്ലിപ്പ് സെലക്ട് ചെയ്തതിന് ശേഷം കളർ ടാബിലേക്ക് വരിക. കളർ ടാബിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഗാമ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ് കളർ വീൽസിൻ്റെ അണ്ടറിൽ. ഇവിടെ നമുക്ക് ഈ സ്ലൈഡർ ഫുള്ളായിട്ട് ഇൻക്രീസ് ചെയ്ത് ഒരു 1:1 കൊടുക്കാം. ഇനി നമ്മൾ തിരിച്ച് നമ്മുടെ സെയിം ക്ലിപ്പിലേക്ക് വന്നതിന് ശേഷം ഈ ഒരു ഫ്ലാഷ് വരുന്ന ഒരു പോയിൻ്റിൽ നമുക്കൊരു ക്യാമറേൻ്റെ ഷട്ടർ സൗണ്ട് ആഡ് ചെയ്യാം. നമ്മുടെ ഷട്ടർ സൗണ്ട് വരുന്നത് ഏകദേശം ഈ ഒരു പോയിന്റിലാണ്. നമുക്ക് എന്നിട്ട് ഫസ്റ്റുള്ള ക്ലിപ്പ് ട്രിം ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇപ്പോൾ കാണാൻ സാധിക്കുന്ന ആ ഒരു ഫ്ലാഷ് എഫക്റ്റ് വീഡിയോയിലേക്ക് ആഡ് ആയിട്ടുണ്ട്. ഇൻ കേസ് നിങ്ങൾക്ക് ഈ ഫ്ലാഷിൻ്റെ ഒരു എഫക്റ്റിൻ്റെ ഡ്യൂറേഷൻ കൂട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ക്ലിപ്പിൻ്റെ ഡ്യൂറേഷൻ കൂട്ടാവുന്നതാണ്. അന്നേരം ഈ സ്ലൈഡർ നിങ്ങൾക്ക് വേണ്ട പൊസിഷനിലേക്ക് ഒന്നും കൂടെ അഡ്ജസ്റ്റ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ താഴെയുള്ള ക്ലിപ്പിനെ ഒന്നും കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാം. ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇപ്പോൾ നമുക്ക് ആ എഫക്റ്റ് കുറച്ചും കൂടെ ഒന്ന് സ്ലോ ആയിട്ടുണ്ട്. ഇനിയും ഫർദർ നിങ്ങൾക്ക് സ്ലോ ഡൗൺ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ ക്ലിപ്പിൻ്റെ ഡ്യൂറേഷൻ പിന്നെയും കൂട്ടാം. അതിനനുസരിച്ച് ഈ ഒരു സ്ലൈഡർ പോയിൻ്റ് അഡ്ജസ്റ്റ് ചെയ്യുക. അതിനുശേഷം ക്ലിപ്പിൻ്റെ ലെങ്ത്ത് കൂട്ടാം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ സ്ലോ ആയിട്ടുള്ളൊരു എഫക്റ്റ് കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോനെ കുറിച്ച് എന്തെങ്കിലും ഫീഡ്ബാക്ക്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.